കുറേ നാളുകളായി നമ്മളെല്ലാവരും കാത്തിരുന്നൊരു വീഡിയോ വേണ്ടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ കിച്ചുവിൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ് കിച്ചു ഒരു വീഡിയോ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയമായി ആ ഒരു വീഡിയോ പോസ്റ്റ് ആക്കിയിട്ട് ആൻഡ് കുറേ ആൾക്കാർ അതെടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റിയാക്ട് ചെയ്തപ്പോൾ യെസ് ഓഫ് കോഴ്സ് നമ്മുടെ രേണു സുധി എപ്പോഴും ഞാൻ കിച്ചുവായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, കിച്ചുവിനെതിരെ ഞാൻ ഇപ്പോൾ വിളിച്ചതേ ഉള്ളൂ, എൻ്റെ കിച്ചു ആണ് കേട്ടോ വിളിച്ചത് എന്നൊക്കെ പറഞ്ഞ കാര്യത്തിനാണ് കൂടുതൽ റിയാക്ട് ചെയ്തത്. സോ ഓഫ് കോഴ്സ് ആ ഒരു സാധനം അവിടെ ഉണ്ട്. പക്ഷേ എൻ്റെ കണ്ണിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ രേണു സുധി റിജക്റ്റ് ചെയ്ത സുധിയുടെ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അതായത് സുധിയുടെ രണ്ടാം വിവാഹം വീണയുമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കല്യാണം. അപ്പോൾ അത് റിജക്റ്റ് ചെയ്തതാണ് രേണു സുധി. പക്ഷേ ആ ഒരു കല്യാണം നടന്നിട്ടുണ്ട് എന്നുള്ളത് കിച്ചുവിൻ്റെ ഈ ഒരു റിയാക്ഷൻ വീഡിയോയിലൂടെ നമുക്ക് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോറി വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലായി. അപ്പോൾ കിച്ചു പറയുന്നുണ്ട്, കിച്ചു ആദ്യം കിച്ചുവിൻ്റെ അമ്മ ഒരു കുറച്ച് 1.5 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് വേറൊരാളുടെ കൂടേക്ക് പോയി. അതിനുശേഷം വീണ എന്ന് പറയുന്ന ഒരാളുമായിട്ട് സുധി വീണ്ടും കല്യാണം കഴിച്ചു. ആ ഒരു ടൈമിലെ ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് വീണയുടെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഈ കാര്യം എന്താണെന്ന് നോക്കാം. കിച്ചുവായിട്ട് നല്ല ബന്ധം തന്നെയായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ കിച്ചുവിനെ ഞാൻ എപ്പോഴും വഴക്കൊക്കെ പറയായിരുന്നു. എന്താണെന്നറിയോ, അത് അവൻ്റെ ബോഡി ഇപ്പോൾ ഒതുങ്ങിയപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കിച്ചു എപ്പോഴും ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്. അതിൽ ഞാൻ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, ഇഷ്ടംപോലെ വഴക്കുണ്ടാക്കിയിട്ട്. കൊച്ചിന് അങ്ങനെ ഫാസ്റ്റ് ഫുഡ് എപ്പോഴും മേടിച്ച് കൊടുക്കരുത്, അത് നമ്മുടെ മോനായിട്ട് കണ്ടത്. യെസ്, നമ്മുടെ മോനായിട്ട് കണ്ടത് കൊണ്ട് ഓക്കെ. പുള്ളിക്കാരി ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ ഫാസ്റ്റ് ഫുഡൊക്കെ കൊടുക്കുന്നതിന് ഞാൻ വഴക്ക് പറയുമായിരുന്നു, കാരണം കിച്ചുവിനെ എൻ്റെ സ്വന്തം മോനായിട്ട് ഞാൻ കണ്ടത് കൊണ്ട്. ഓക്കെ, അപ്പോൾ കിച്ചു പറയുന്നൊരു കാര്യമുണ്ട്, അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. അച്ഛൻ്റെ സെക്കൻഡ് മാരേജ് ആയി വീണ എന്ന് പറയുന്ന അവരായിട്ടും ഇത് തന്നെയായിരുന്നു. ആ സമയത്ത് അച്ഛനായിട്ട് എനിക്കൊരു കോണ്ടാക്റ്റേ ഇല്ലാതായിപ്പോൾ. എന്ന് പറഞ്ഞാൽ അച്ഛൻ എപ്പോഴും അവിടെ ആയിരിക്കും, ഈ വീണ എന്ന് പറയുന്നത് അവിടെ ആയിരിക്കും, വീട്ടിലായിരിക്കും. വൈകിട്ട് വല്ല ഒരു ടൈമുണ്ട്, ആ ടൈമിലെല്ലാം എന്നെ ഒന്ന് കാണും. എനിക്ക് എന്തോ എന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇഷ്ടമല്ലായിരുന്നു അവർക്ക്. ഞാൻ അച്ഛനെ സുധിക്കുട്ടാന്നൊക്കെ വിളിച്ചോണ്ടിരുന്നത്, അതൊന്നും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു. കണ്ടോ ഇപ്പം സത്യാവസ്ഥ വന്നത് കണ്ടോ. ഇപ്പം ഈ വീണയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ താഴെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ യെസ് ജെനുവിൻ ആയിട്ടുള്ളൊരു ലേഡി ആണെന്ന് നമുക്ക് തോന്നുമായിരുന്നു. അപ്പോൾ യെസ് കല്യാണം കഴിഞ്ഞത് ജെനുവിനാണ് കേട്ടോ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ജെനുവിനിറ്റി ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഈ കിച്ചുവിൻ്റെ റിയാക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിപ്പോൾ സത്യം എന്താണെന്നുള്ളത് മനസ്സിലായി. ഇപ്പം സുധിക്ക് ഇതുപോലെയുള്ളൊരു പെണ്ണിനെ എന്തിനാണ് വെറുതെ ഇട്ടിട്ട് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവർ ജെനുവിനായിട്ട് നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, സുന്ദരിയാണ്, എന്താണ് കുഴപ്പം എന്നൊക്കെയുള്ളൊരു സംഭവത്തിന് ഇപ്പോൾ ഒരു റിപ്ലൈ എന്തായാലും ഇപ്പോൾ കിച്ചു നമുക്ക് തന്നിട്ടുണ്ട്. ആൻഡ് രേണു പറഞ്ഞിട്ടുണ്ട് ഇങ്ങനൊരു കല്യാണം നടന്നിട്ടില്ലെന്ന് രേണു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പ്രൂഫും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഇനി നമുക്ക് അടുത്തൊരു സംഭവത്തിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ കിച്ചു ഇത്രയും അനുഭവിക്കാൻ വന്ന ഒരു കാരണം, മെയിനായിട്ടുള്ള കാരണം രേണു സുധി ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന രേണു ആണോ, അല്ലെങ്കിൽ കിച്ചുവിൻ്റെ അമ്മയാണോ? ഓഫ് കോഴ്സ് കിച്ചുവിൻ്റെ അമ്മയ്ക്കും അവിടെ ഒരു പങ്കുണ്ട്. അതിലെ മെയിനായിട്ടുള്ളൊരു പങ്ക് എനിക്ക് പറയാൻ പറ്റുന്നത് സുധി എന്ന് പറയുന്ന ഒരു അതുല്യ കലാകാരനെ തന്നെയാണ്. അപ്പം നമ്മളിപ്പോൾ മരിച്ച് ഇത്രയും വർഷമായിട്ട് നമ്മൾ പറയാൻ പാടില്ല, പക്ഷേ ഇത്രയും ഒരു ട്രോമ ആ ഒരു പയ്യന് ഉണ്ടാകാനായിട്ടുള്ളൊരു കാരണം സുധി തന്നെയാണ്. കാരണം സുധി ഈ ഒരു കുട്ടി ജനിച്ച് വീഴുന്നതേ പറയുന്നുണ്ട്, ഞാൻ അടി കണ്ടുകൊണ്ടാണ് ജനിച്ച് വീഴുന്നത്. അപ്പം ഓഫ് കോഴ്സ് സുധിയുടെ ഒരു ക്യാരക്ടർ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, കുടിക്കും, പെണ്ണ് വിഷയത്തിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്, പിന്നെ എല്ലാവരുടെ അടുത്തും കടം വാങ്ങിക്കും, അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമുക്കറിയാവുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടായിരിക്കും ആ വീട്ടിലുള്ള അടിയും വഴക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ ഒരു ഇത്രയും ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് ഉണ്ടായി വരുന്ന ആ കുട്ടിയുടെ ഒരു അവസ്ഥ, ആക്ച്വലി നമ്മുടെ വീട്ടിൽ കുറേ എന്നും കുടിയും ബഹളവും പ്രശ്നവും, അപ്പം നമുക്ക് ആ ഒരു നമ്മൾ വളർന്നു വരുന്ന നമ്മൾ ബ്ലാങ്ക് പേപ്പറായിട്ട് നമ്മൾ ജനിക്കുന്ന നമുക്ക് ഉണ്ടാവുന്ന കുറേ ട്രോമകളുണ്ട്. അത് നമ്മൾ അനുഭവിക്കാത്തവർക്ക് നമുക്ക് അറിയാൻ പറ്റത്തില്ല, അനുഭവിച്ചവർക്ക് അറിയാം അത് എന്തോരം ട്രോമ നമ്മുടെ ലൈഫിലേക്ക് തരും. നമ്മൾ എത്രത്തോളം വളർന്നു കഴിഞ്ഞാലും ആ ഒരു ട്രോമ നമ്മുടെ ലൈഫിൽ നിന്ന് മാറത്തില്ല. പിന്നെ ഈ കുട്ടി അനുഭവിച്ച ഒറ്റപ്പെടൽ, രണ്ടാമത് കല്യാണം കഴിച്ചു, സുധി രണ്ടാമത് കല്യാണം കഴിച്ചു. അപ്പോഴും ഈ വീണ എന്ന് പറയുന്ന ആൾ പറയുന്ന
പറയുന്നുണ്ട് രേണുവായിട്ടുള്ളൊരു ബന്ധമാണ് ഇവരുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ളൊരു കാരണം. സോ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പെണ്ണ് എന്ന് പറയുന്ന ഒരു വിഷയത്തിലുള്ള സുധിയുടെ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ പൈസ ഇല്ലാത്തൊരു കാര്യവും പറയുന്നുണ്ട്. ഇത്രയും എന്താ പറയുക, ഇത്രയും പ്രോഗ്രാംസും ഗൾഫ് പ്രോഗ്രാംസും അതും ഇതും ചെയ്യുന്ന ഒരാളുടെ കയ്യിൽ പൈസ ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ അതെന്തുകൊണ്ടാണ്? ലഹരി ഉപയോഗിക്കുന്നത് കൊണ്ടും എന്താ പറയുക, കള്ള് കുടിക്കുന്നതുകൊണ്ടും അതും ഇതും കൊണ്ടൊക്കെ തന്നെയാണ്. നമുക്ക് ഒരു ദിവസം ഒരു 10 രൂപ എന്ന് പറയുന്നത് വീടി വലിക്കാൻ 10 രൂപ ഒരു ദിവസം നമ്മൾ ചിലവാക്കുമ്പോൾ ഒരു മാസം അത് എത്ര രൂപയാവും? സോ അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ അടിയുടെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്നുള്ളൊരു കാര്യം. പിന്നെ സ്വന്തം മോനെന്ന് പറയുന്നത് സുധിയുടെയാണ്, അതായത് കല്യാണം കഴിച്ചു വരുന്ന ഒരു പെണ്ണിൻ്റെ അല്ല. ആക്ച്വലി ഇപ്പം സ്വന്തം മകനെ മാത്രം മകനായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ട്, എങ്കിൽ മറ്റുള്ളവരുടെ മക്കളെ ആ ഒരു രീതിയിൽ കാണുന്ന കുറേ പെണ്ണുങ്ങളും ഉണ്ട്. യെസ്, ഓഫ് കോഴ്സ് നമ്മുടെ മഞ്ഞുരുകും കാലം സീരിയൽ മഴവിൽ മനോരമ, ഓക്കെ, അങ്ങനെ ഒരു ഒറ്റപ്പെടലാണ്. ഇവന് പറയാനൊരു അനിയനോ അല്ലെങ്കിൽ വേറെ ആരും ഇല്ല. സുധിയുടെ ഫാമിലിയും അതുപോലെ തന്നെ സുധി കല്യാണം കഴിച്ച ആളുടെ ഫാമിലിയും എല്ലാം ഇതിനൊരു കാരണക്കാരാണ്. പക്ഷേ എന്താ പറയുക, ഈ കുട്ടി അല്ലെങ്കിൽ ഈ കിച്ചു എന്ന് പറയുന്ന ആൾ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. സോ ഡ്രഗ് യൂസ് ചെയ്തില്ലെങ്കിലേ ഉള്ളൂ ഇങ്ങനൊരു, പിന്നെ അവന് എന്താ പറയുക, അവൻ ഈ ലോകത്ത് അവനെന്ന് പറയാനായിട്ട് അവനൊരു അച്ഛൻ മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അച്ഛൻ എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്കൊരു ധൈര്യമായിരിക്കും, അമ്മയെന്ന് പറയുമ്പോൾ പെൺകുട്ടികൾക്കൊരു ധൈര്യമായിരിക്കും. അങ്ങനെ അപ്പോൾ കുറേ ഒറ്റപ്പെടലിൻ്റെ കഥകളും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അവൻ തന്നെ പറയുന്നുണ്ട് അവൻ ഇൻട്രോവേർട്ട് ആകാനുള്ള കാരണം ഇതാണ്, അവൻ സംസാരിക്കാൻ അറിയില്ല. അതൊരു 100 വട്ടം തന്നെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. എന്തായാലും എനിക്ക് മെയിനായിട്ട് തോന്നിയ ഒരു കാര്യം, ഇങ്ങനെ ഈ ഒരു കുട്ടിയാണെങ്കിൽ പോലും അനുഭവിക്കാൻ വന്നത്, അല്ലെ ഇത്രയും അനുഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സുധിയെ ഒറ്റ ഒരാൾ കാരണമാണ്. ആൻഡ് സുധിയുടെ ഒരു ക്യാരക്ടറിൽ നല്ലൊരു ചേഞ്ച് വന്ന ആ മരിക്കുന്നതിന് തൊട്ട് മുന്നേ ആ ഒരു ടൈമിലൊക്കെ ആണെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും ആ ഒരു സംഭവം നമ്മൾ തള്ളിക്കളയാൻ പാടില്ല. ഫുള്ളി നമ്മൾ രേണു സുധിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ഈ ഒരു സംഭവം കൂടി ഉണ്ട്, ഓഫ് കോഴ്സ് അതും കൂടി അവിടെ ഉണ്ട്, ഉള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇനി രേണു ചേച്ചിയിലേക്ക് വരാം. ഓക്കെ, എൻ്റെ ശരീരം മൊത്തം ഇങ്ങനെ അങ്ങ് തണുത്തുപോയി ഭയങ്കരമായിട്ട്. എന്തൊക്കെയാ നടക്കുന്ന ആ ടൈമിൽ ഒന്നും അങ്ങോട്ട് അറിയാൻ വയ്യ. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെയോ വരുന്ന എൻ്റെ അടുത്ത്, എന്തൊക്കെയോ ഒരു സിനിമയിലൊക്കെ നടക്കത്തില്ല അതുപോലെ ഇങ്ങനെ നടക്കുന്നു. ആരൊക്കെ വന്നിട്ട് എന്നെ ഒരു വണ്ടിയിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുവന്നു പൊക്കോണ്ടിരിക്കുക. അതിനിടയ്ക്കുള്ളൊരു ഇത് പറഞ്ഞുതരാം. വണ്ടി പൊക്കോണ്ടിരിക്കുമ്പം ഇവർ നേരെ എനിക്കപ്പോഴും എൻ്റെ മനസ്സിലെ വിചാരം എന്ന് വെച്ചാൽ രൂപേട്ടൻ വല്ല പ്രാങ്ക് വല്ലതും ആണോ, അത് എനിക്കങ്ങോട്ട് ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അവിടെ ചെന്നാലേ എനിക്ക് ഇനി ഒരു സമാധാനം കിട്ടത്തുള്ളൂ. എനിക്ക് ചെല്ലണം. അപ്പോഴത്തേക്കും കാറിങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന നേരത്ത് ഇവർ അടിച്ചു പൊളിയാ പോകുന്ന വഴിക്ക്. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് എന്തോ ചെയ്യും, ഋതപ്പനെ ഞാൻ എങ്ങനെ നോക്കും. എനിക്ക് ഇതൊക്കെ ഭ്രാന്തടിച്ച് ഇങ്ങനെ എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. സ്റ്റക്കായി ലൈഫ് ഇങ്ങനെ നിൽക്കുക, എന്തോ അങ്ങോട്ട് എങ്ങനെ ഒന്നും അറിയത്തില്ല, ഇങ്ങനെ നിൽക്കുക. ഇവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്നുണ്ട്, തുപ്പലിറക്കാൻ പറ്റുന്നില്ല എനിക്ക്, ഒന്നും മിണ്ടാതെ. എനിക്ക് അന്നോട്ട് തുടങ്ങിയത് എനിക്കൊന്നും റെസ്പോൺസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഒന്നിനോടൊന്നും. ഭയങ്കരമായിട്ട് ഒറ്റടി ഇങ്ങനെ എന്തോ ആയിപ്പോയി. ഞാൻ ഹോട്ടലിൽ കയറുന്നു, ഫുഡ് കഴിക്കുന്നു, വീണ്ടും പോകുന്നു, ആശുപത്രി എത്തുന്നവരെ ഞാൻ ചിന്തിക്കും ഇതൊക്കെ ഒരു പ്രാങ്ക് എന്നായിരിക്കണേ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കണേ. പക്ഷെ പോകുന്ന വഴിക്ക് ഒരു ന്യൂസ് ഇട്ടേക്കുക, ന്യൂസിനകത്ത് കണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴും എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ നേരെ ചെന്ന് ആദ്യാച്ഛനെ അവിടെ പോയി കണ്ട്. ഗൈസ്, അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ആലോചിച്ച് നോക്കണം. ആ കുട്ടിക്കെന്ന് പറഞ്ഞാൽ സ്വന്തം അച്ഛൻ മാത്രമേ ഉള്ളൂ, ബാക്കി ആരും ഇല്ല. അപ്പം ആ ഒരു അച്ഛനെ നഷ്ടപ്പെട്ട ഒരു സമയത്ത് ഇവർ അത് കാണാൻ വേണ്ടി പോകുമ്പം കൂടെയുള്ള ആൾക്കാർ, അതായത് രേണുവിൻ്റെ ഫാമിലിയാണ് കൂടെ ഉള്ളത്. അപ്പോൾ അവർ പിന്നെ പള്ളിക്കാരാണെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കുന്ന ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. ആരുടെ അടുത്തും നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ. അതൊക്കെ ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ലൈഫിൽ.
സീരിയസ്ലി അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അത്രയ്ക്കും പറ്റില്ലാതെ തോന്നിപ്പോയി ആ ഒരു സംഭവം കേട്ടപ്പോൾ. ഇപ്പം എല്ലാവരും അഭിനയം മാത്രമായിരുന്നു, ക്യാമറയ്ക്ക് മുന്നിലുള്ള അഭിനയമായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം കൂടെ കിച്ചു പറയുന്നുണ്ട്, ഈ ചിലവെല്ലാം അനൂപ് എന്ന് പറഞ്ഞ ആൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ ആദ്യം തങ്കച്ചൻ ഒരു 1,80,000 രൂപയാണ് ബില്ലിട്ട് കൊണ്ട് കൊടുക്കുന്നത്. പിന്നെ അത് കിച്ചു പോയി നോക്കുമ്പോൾ 89,000 രൂപയായി അത് ചുരുങ്ങിയിട്ടുണ്ട്. സോ ആ തങ്കച്ചൻ്റെ ആണെങ്കിൽ പോലും ഒരു ക്യാരക്ടർ നമുക്കിവിടെ മനസ്സിലായി. അപ്പോൾ രേണുവിൻ്റെ പിന്നെ ഞാൻ പറയണ്ടല്ലോ. സോ അത് നിങ്ങൾ കേട്ട് കാണും, പലയിടത്തുനിന്നും കേട്ട് കാണും, പല റിയാക്ഷൻ ചാനലിലൊക്കെ കേട്ട് കാണും. സോ അപ്പോൾ നമുക്കിവിടെ കുറേ ആൾക്കാരുടെ മുഖം മൂടി ഇവിടെ അഴിഞ്ഞു വീണിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ ഒരു ക്ലിപ്പ് കൂടെ കൊടുക്കാം. കാണാതിരിക്കാൻ പറ്റുന്നില്ല. അമ്മയുടെ കിച്ചൂല്ലാതെ അമ്മയ്ക്ക് പറ്റൂല ഗൈസ്. ഇതിലെല്ലാം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. കുറേ ആൾക്കാരുടെ മുഖം മൂടി ഇതേണ്ട ഇവിടെ വീണ്ടും ഞാൻ പറയാണ്, അഴിഞ്ഞു വീണിരിക്കുകയാണ് ഗൈസ്. എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതൊരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.